വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 3/4 കിലോ മട്ടന് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് 3 ഏലക്ക, ഒരു 5-6 കുരുമുളക്, 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് 4 കൂടെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമോടെ ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ച് കുക്കർ വേവിക്കാൻ വെക്കാം. കുക്കർ അടുപ്പത്ത് വെക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നവരെ ഇത് വേവിക്കാം. ഒരു 3 വിസിൽ വരുമ്പോൾ തുറന്ന് നോക്കിയതിന് ശേഷം വെന്തോ നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ 1-2 വിസിലൂടെ അടുപ്പിക്കുക. പല മട്ടനും പല വേവാണ്. ആദ്യം തന്നെ നമ്മൾ 4-5 വിസിൽ അടുപ്പിച്ചതിന് ശേഷം ചിലപ്പം തുറന്ന് നോക്കുമ്പം വല്ലാതെ വെന്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് 3 വിസിലാകുമ്പോൾ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല മാത്രം 1-2 വിസിലൂടെ അടുപ്പിക്കുക. ഇപ്പോൾ 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. മട്ടൻ കറിക്ക് വഴറ്റുമ്പോൾ ചേർക്കാനായിട്ട് ഒരു 8-10 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, ഒരു തണ്ട് കറിവേപ്പില, 2 സവോള, ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇനി നമ്മുടെ അടുത്തില്ല അല്ലെങ്കിൽ പൊളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 2 സവോളയും കൂടെ അധികം എടുത്താൽ മതി ചെറിയുള്ളിക്ക് പകരമായിട്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. മട്ടനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെക്കാം. അപ്പം പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങും. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി വാടി വരാനാണ് സമയം എടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വാടി വരുമ്പം സവോള ഇട്ട് കൊടുത്താൽ മതി. ചെറിയുള്ളിക്കാണ് കൂടുതൽ സമയം എടുക്കുന്നത് വഴണ്ടി വരാനായിട്ട്. ഇതുപോലെ ചെറിയുള്ളി ചേർക്കുകയാണെങ്കിലും മട്ടൻ കറിക്ക് കുറച്ച് രുചിയൊക്കെ കൂടുതലുണ്ടാവും. ഇപ്പം ചെറിയുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് അടച്ച് ഒരു 5 മിനിറ്റോളം വെക്കാം. തുറന്ന് നോക്കാം. ഇപ്പം മട്ടൻ കറിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പാകത്തിനുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.